സംസ്ഥാന സർക്കാർ വിഴിഞ്ഞത്ത് കണ്ണുവെച്ച് 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് പ്രഖ്യാപനം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയെ സ്വന്തം ക്രെഡിറ്റായി ചേർത്തുകൊണ്ടായിരുന്നു ധനമന്ത്രിയുടെ ബജറ്റ് അവതരണം. അതേസമയം വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് കേന്ദ്ര സർക്കാർ 4000 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചപ്പോൾ സംസ്ഥാനം ഈ വർഷം അനുവദിച്ചത് 500 കോടി രൂപ മാത്രമാണ്. വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടായിരുന്നു 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് പ്രഖ്യാപനം. വിഴിഞ്ഞത്തെ കോർത്തിണക്കിക്കൊണ്ട് ഈ വർഷം ആദ്യവാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത 4000 കോടി രൂപയുടെ പദ്ധതികളെക്കുറിച്ചും ധനമന്ത്രി ബജറ്റിൽ പ്രത്യേക പരാമർശം നടത്തി. കൊച്ചിൻ ഷിപ്പ്യാർഡിലെ പുതിയ ഡ്രൈ ഡോക്ക്, അന്തർദേശീയ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി തുടങ്ങിയ ബാക്ക്വേർഡ് ഫോർവേഡ് ലിങ്കേജ് എന്ന പേരിലാണ് പ്രധാനമന്ത്രി പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. ജനുവരി 1 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത 4000 കോടി അടങ്ങലുള്ള 3 പദ്ധതികളെക്കുറിച്ച് കൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിലെ പുതിയ ഡ്രൈ ഡോക്ക്, അന്തർദേശീയ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി, പുതുവൈപ്പിനിലെ LPG ഇറക്കുമതി ടെർമിനൽ എന്നിവയാണവ. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ കൊച്ചിയിലെ പുതിയ പദ്ധതികൾക്ക് മുൻപിൻ ബന്ധങ്ങളുടെ സാധ്യതയുണ്ട്. ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമവും നടത്തും. സർ, 3 തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് വിഴിഞ്ഞത്ത് പുരോഗമിക്കുന്നത്. ആദ്യത്തേത് തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളാണ്. ബ്രേക്ക് വാട്ടർ, യാർഡ്, ബെർത്ത്, ഓഫീസ് കെട്ടിടങ്ങൾ തുടങ്ങിയവയുടെ എല്ലാം നിർമ്മാണം വളരെ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. രണ്ടാമത്തേത് അനുബന്ധ പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനമാണ്. റോഡ്, റെയിൽ കണക്ടിവിറ്റി, വൈദ്യുതി, കുടിവെള്ളം തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കണം. തുറമുഖ നിർമ്മാണത്തിന് കരാറാകുന്നതിന് ഏറെ മുമ്പ് തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നതുകൊണ്ട് അസാധാരണമായ വേഗത്തിൽ എല്ലാ പ്രവൃത്തികളും പുരോഗമിക്കുകയാണ്. റെയിൽവേ ലൈനിൻ്റെ കാര്യത്തിലും പുരോഗതിയുണ്ട്. അതേസമയം വിഴിഞ്ഞത്തെ സ്വന്തം പദ്ധതിയായി മേനുകൊള്ളുമ്പോഴും തുറമുഖത്തിന് കാര്യമായി പ്രഖ്യാപനങ്ങൾ നടത്താൻ ഇത്തവണത്തെ ബജറ്റിന് സാധിച്ചില്ല. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാഗമായി വരുന്ന ദേശീയപാത 66ന്റെ നിർമ്മാണം പൂർത്തിയാവുകയാണ്. തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെ ഗ്രീൻഫീൽഡ് പാത കൂടി ദേശീയപാതയുടെ പരിഗണനയിലാണ്. വിഴിഞ്ഞം അടിസ്ഥാനമാക്കി കേന്ദ്രം ആവിഷ്കരിച്ച പദ്ധതികൾ മേന്മയോടെ സ്വന്തം പദ്ധതികളാക്കി മാറ്റിയാണ് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് പ്രഖ്യാപനം നടത്തിയത്. ജനം, തിരുവനന്തപുരം.